നമസ്കാരം. സ്വന്തമായൊരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർ ഇടത്തരക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത് കൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 100 കൂട്ടം നൂലാമാലകളും സെസ്സുമൊക്കെ അടയ്ക്കേണ്ട അവസ്ഥയും നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നതോടുകൂടി ഇതിൽ പുതിയ വീടുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസകരമായി മാറുന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇനി മുതൽ 50 ലക്ഷം രൂപയിൽ താഴെ നിർമ്മാണ ചിലവുള്ള വീടുകൾക്ക് കെട്ടിട നിർമ്മാണ സെസ് അടയ്ക്കേണ്ടതില്ല. ഇത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിലവിൽ ഇത് 10 ലക്ഷം രൂപയാണെന്നുള്ളത് ഓർക്കുക. ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ വീട് വയ്ക്കാൻ പോലും, കാരണം അതിൻ്റെ നിർമ്മാണ ചിലവ്, നിർമ്മാണ സാമഗ്രികളുടെ വസ്തുക്കളുടെ വില കൂടിയതെല്ലാം ഉൾപ്പെടെ സാധാരണഗതിയിൽ 1-2 മുറി ഒരു അടുക്കളയും ഉള്ള വീട്ടിൽ പോലും 10 ലക്ഷം കൂടി ചിലവാക്കേണ്ടി വരും. ഇതിന് നമ്മൾ സെസ് അടയ്ക്കണമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തെ വളരെ അഭിനന്ദനാർഹം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. നിലവിൽ ഇതിൻ്റെ പരിധി 10 ലക്ഷം രൂപയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ വീട് വയ്ക്കാൻ സാധ്യതയുള്ള എല്ലാവരും തന്നെ ഈ സെസ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, കേരളത്തിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനത്തിലെ 70% വരുന്നത് ഈ സെസ്സിൽ നിന്നാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം എന്നുള്ള നിലയിൽ ഇതിൻ്റെ പരിധി കുറയ്ക്കാനൊന്നും തന്നെ കേരള സർക്കാരിന് കഴിയുകയില്ല എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. കേരളത്തിലെ തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ തൊഴിൽ വകുപ്പിന് വലിയൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഇത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 50 ലക്ഷം രൂപ എന്ന പരിധി ഇത് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്ന വീടുകൾക്ക് ബാധകമല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ വയ്ക്കുകയാണെങ്കിൽ ഈ 50 ലക്ഷം എന്നുള്ള പരിധി അതിന് ബാധകമല്ല. വീട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ 50 ലക്ഷം എന്നുള്ള പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത്തരത്തിൽ നൽകുന്ന ഈ സെസ് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അവരുടെ അതിലംഗങ്ങളായ ആളുകൾക്ക് പെൻഷൻ നൽകുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പലർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടാകാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആര് വീട് വെച്ചാലും അതിന് പൈസ അടയ്ക്കണം, 10 ലക്ഷം രൂപ എന്നുള്ളൊരു പരിധി വെച്ച് ആര് വീട് വെച്ചാലും പൈസ അടയ്ക്കണം എന്നുള്ളൊരവസ്ഥ നിലവിലിരുന്നതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുരിതമായി മാറിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ മാസം 21-നാണ് ഈ പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നത്. ഇതിന് ശേഷം വീട് നിർമ്മിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ പുതിയ നിയമം ബാധകമായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ വീട് നിർമ്മിച്ചവർക്കൊന്നും ഇതിൻ്റെ പരിധിയിൽ വരാനാകില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ 10 ലക്ഷം രൂപ ചിലവ് വരുന്നതോ അതല്ലെങ്കിൽ 100 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളതോ ആയ വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ സെസ് നൽകേണ്ടിയിരുന്നത്. അതേസമയം നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഈ കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും സെസ് കൊടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ. ഏതായാലും ഇതിനൊക്കെ വലിയ തോതിലുള്ളൊരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പുതിയ വീട് വയ്ക്കുന്ന എല്ലാവരിൽ നിന്നും സെസ് ലഭിക്കുമായിരുന്നത് ഇനി 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന വീടുകളിൽ നിന്ന് മാത്രം ലഭിക്കും എന്ന് പറയുന്നത് കേരള സർക്കാരിന് തിരിച്ചടിയാണെങ്കിലും കേരളത്തിലെ വീട് വയ്ക്കാൻ ഇറങ്ങുന്ന പുതുതായി ഇനി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം കേരള സർക്കാർ വേണമെങ്കിൽ ഇതിൻ്റെ പരിധി ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു പദ്ധതി സാധാരണക്കാരെ, പ്രത്യേകിച്ച് ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരുപക്ഷെ ഇതിനെതിരെയും സംസ്ഥാന സർക്കാർ രംഗത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ലേബർ കോഡുകളെക്കുറിച്ച് വ്യാപകമായ ആരോപണങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന് ഭരണകക്ഷി രണ്ടുപേരും, കോൺഗ്രസും CPM ഒക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ലേബർ കോഡുകളിലെ പല കാര്യങ്ങളും സാധാരണക്കാരെ ബാധിക്കുന്നതല്ല, അത് സാധാരണക്കാർക്ക് ദോഷകരമായി മാറുമെന്നാണ് അവർ ആരോപിക്കുന്നത്. പക്ഷേ ഈ ഒരു പുതിയ നിയമം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാർക്ക് ഇതൊരു നല്ല കാര്യമാണ്. അതേസമയം 50 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവുള്ള വീടുകൾ വയ്ക്കുന്ന ആളുകൾ സാമ്പത്തികമായി കൂടുതൽ ഉന്നതമായ നിലയിലുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. സെസ് അടച്ചിട്ട് തന്നെ അവർക്ക് കെട്ടിട നിർമ്മാണമായി മുന്നോട്ട് പോകാം. മാത്രമല്ല, നിലവിലുണ്ടായിരുന്നൊരവസ്ഥ അനുസരിച്ച് ഈ സെസ് അടച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഔപചാരികതകളും പൂർത്തിയാക്കിയാൽ മാത്രമേ ആ വീടിന് പെർമിറ്റ് നൽകുകയായിരുന്നുള്ളൂ സർക്കാർ എന്നുള്ളതാണ്. ഇനി മുതൽ അക്കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല. ഒരു വീട് വയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഈ സെസ് ഇനത്തിൽ തന്നെ വലിയൊരു തുക നൽകേണ്ടി വരുന്ന സാധാരണക്കാരുടെ, ഇടത്തരക്കാരുടെയൊക്കെ തന്നെ അവസ്ഥ അതിദയനീയമായിരുന്നു. ഇതേക്കുറിച്ച് നേരത്തെ തന്നെ പലപ്പോഴും ഈ സെസ്സിൻ്റെ പരിധി ഉയർത്തണമെന്ന് ആവശ്യം പല സംഘടനകളും ഉന്നയിച്ചിരുന്നതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിലൊരു പരിധി ഉയർത്തൽ നടത്തിയിരിക്കുന്നത്. തറ വിസ്തീർണം അഥവാ പ്ലിന്ത് ഏരിയ കണക്കാക്കിയാണ് അതിൻ്റെ 1% എന്നുള്ള കണക്കിലാണ് ഇത്തരത്തിൽ ഈ നേരത്തെ സെസ് ഈടാക്കിയിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ
വീട് നിർമ്മിക്കാൻ ഇറങ്ങുന്നവരെ ബാധിക്കുകയില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. 4 ലേബർ കോഡുകളിലെ സെക്ഷൻ 2(6) പ്രകാരമാണ് ഈ ഒരു പുതിയ തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുമായിരിക്കാം. അപ്പോൾ ഈ പരിധി സംബന്ധിച്ച്, ചെലവിൻ്റെ പരിധി സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുകൾ ഒരുപക്ഷെ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. സംസ്ഥാന നിയമസഭയിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുമ്പെടുമോ എന്നുള്ളൊരു സംശയവും അവിടെ അവശേഷിക്കുന്നുണ്ട്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആളുകളിൽ നിന്ന് പരമാവധി എല്ലാ ഇനത്തിലും സെസ് പിരിക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു. അത് ഭൂമി രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും വലിയ തോതിലുള്ള സെസ്സാണ് ഈടാക്കിയിരുന്നത്. അതിന് വലിയൊരു തിരിച്ചടിയായി മാറുക തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പുതിയ നിലപാട്. ഏതായാലും ഈ ഒരു പുതിയ നിയമസംഹിത കൊണ്ട് സമ്പന്നരായ വ്യക്തികൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത്.